ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഡെലിവറിക്ക് വേണ്ടി പോകുമ്പോഴുള്ള ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും പാക്ക് ചെയ്യുന്ന സമയത്ത് ഇടില്ല. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം യൂസ്ഫുൾ ആയ ഐറ്റംസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ചാനലിൽ ഇടാനായിട്ട്. അല്ലാണ്ട് എല്ലാതും കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന വീഡിയോ ഇട്ടിട്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉണ്ണികൾക്ക് ന്യൂ ബോൺ ബേബിക്ക് ഹോസ്പിറ്റലിൽ 10 സാധനം വേണ്ടു. ആ വീഡിയോ ഞാൻ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ഇട്ടുള്ളത് മദേഴ്സിന്, അതായത് അമ്മയ്ക്ക്, കുട്ടിയുടെ അമ്മയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പോൾ അതൊരു 7 മിനിറ്റിൻ്റെ അത്രയും കണ്ട് വീഡിയോ ടൈമുള്ളൂ. അത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യം ന്യൂ ബോൺസിന് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട്, ഇത് മദേഴ്സിനുള്ള വീഡിയോ ആണ്. അപ്പം നമുക്ക് ഈ വീഡിയോ മദേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വേണ്ടത് 2 ബാഗ് വേണം. ഒന്ന് ഹാൻഡ് ബാഗും ഒരു വേറെ നമ്മുടെ ഡ്രസ്സ് വെക്കുന്ന ട്രോളി ബാഗും. ട്രോളി ഇല്ലെങ്കിൽ സാധാരണ ബാഗായാലും കുഴപ്പമില്ല. 2 ബാഗ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് കയ്യിൽ കരുതണം. എന്തിനാണ് 2 ബാഗെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹാൻഡ് ബാഗിൽ നമ്മുടെ ഓർണമെൻറ്റ്സ്, ഗോൾഡ്, ക്യാഷ്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഫോണ്, മൊബൈൽ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് ബാഗ് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ സാധാരണ ലഗേജ് കൊണ്ടുപോകുന്ന ബാഗും, ഇത് മസ്റ്റായിട്ട് നമ്മൾ കൈപിടിക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ വേണ്ടതാണ് മാസ്ക് ആൻഡ് സാനിറ്റൈസർ. ഹോസ്പിറ്റലാണ്, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു മാസ്കും ഒരു സാനിറ്റൈസറും നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ട് വേണം. നമ്മളിപ്പോൾ ബേബീനെ എടുക്കുകയാണെങ്കിലും വേറെ പുറത്തുനിന്ന് ഒരാൾ കാണാൻ വരാണെങ്കിലും നമ്മൾ നമ്മുടെ സേഫ്റ്റി എപ്പോഴും ഉറപ്പ് വരുത്തണം. സോ മാസ്ക് ആൻഡ് സാനിറ്റൈസർ മറക്കണ്ട. രണ്ടാമത്തെ നമുക്ക് വേണ്ടതാണ് വാട്ടർ ബോട്ടിൽ. വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹോസ്പിറ്റലിൽ നമ്മൾ ബെഡിലൊക്കെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ടൈമിൽ വെള്ളം കുടിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് വാട്ടർ ബോട്ടിലാണ്. 3 ലിറ്റേഴ്സ് വാട്ടർ നമ്മൾ ഒരു ദിവസം കുടിക്കുന്നതാണ് എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് നേരം എണീറ്റ് നടന്ന് വെള്ളം എടുക്കാനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴും ഒരു 3-4 വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഹോസ്പിറ്റൽ ഫയൽ. നിങ്ങളുടെ എല്ലാ മാസത്തെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട്സും ആ ഫയലിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സും മൊത്തം അതിലുണ്ടായിരിക്കണം. എല്ലാ ലാബ് ടെസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കണം അതിൽ. പിന്നെ മെയിനായിട്ട് വേണ്ടതാണ് ഫോൺ, ചാർജർ ആൻഡ് പവർ ബാങ്ക്. കാരണം എല്ലാവരും ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ ഫോൺ എടുക്കും, ചാർജർ എടുക്കാൻ മറക്കും. അപ്പോൾ അതുകൊണ്ട് ഫോൺ, ചാർജർ, പവർ ബാങ്ക് വേണം എന്നുണ്ടെങ്കിൽ പവർ ബാങ്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം 1-2 പേര് നമ്മുടെ റൂമിലുണ്ടെങ്കിൽ എല്ലാവരുടെ മൊബൈൽ ഒരേ സമയം ചാർജ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആധാർ കാർഡ്. ആധാർ കാർഡ് അമ്മയുടെ മാത്രം പോരാ, അച്ഛൻ്റെയും വേണം. കാരണം നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ആധാർ കാർഡ് നമ്പർ വേണം. സോ നിങ്ങൾ രണ്ടാളുടെ ആധാർ കാർഡ്, അല്ലെങ്കിൽ ഫോണിൽ ഫോട്ടോ എടുത്താലും മതി, നമ്പർ കിട്ടിയാൽ മതി നമുക്ക്. പിന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നടക്കുമ്പോഴായാലും കംഫർട്ടിന് വേണ്ടിയിട്ട് ഒരു സ്ലിപ്പേഴ്സ് എടുത്ത് വെക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. നല്ല ചെരുപ്പ് തന്നെ ഇട്ടിട്ട് ഫുൾ ടൈം നമ്മൾ ഹീൽസ് വന്നിട്ട് ഹോസ്പിറ്റലിൽ നടക്കില്ലല്ലോ. സോ നിങ്ങളുടെ കയ്യിൽ സ്ലിപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചാൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ഉള്ളത് ഓപ്ഷണലാണ്, വാക്വം ഹാങ്ങർ എന്ന് പറയും. അതായത് നമുക്ക് ചുമരുമ്പോൾ എന്തെങ്കിലും തൂക്കിയിടണമെങ്കിൽ അതിൽ തോർത്തോ അല്ലെങ്കിൽ വല്ല ഷോളോ അല്ലെങ്കിൽ ബാഗോ എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ വാക്വം ഹാങ്ങർ ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ആണിടിക്കുക കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി. പോകുന്ന നേരത്ത് നമുക്കത് പറിച്ചെടുത്തുകൊണ്ട് വീട്ടിലോട്ടും പോവാം. അപ്പോൾ സോ ഈ വാക്വം ഹാങ്ങർ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് നിങ്ങൾക്ക് സോക്സ് വയ്ക്കാവുന്നതാണ്. ക്ലൈമറ്റ് ആയാലും ചിലവർക്ക് ഉണ്ടാവും കാലൊക്കെ ഭയങ്കര തണുത്ത് എപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ സോക്സ് ഒക്കെ ഇടണം. അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ സോക്സ് എടുത്ത് വെച്ചാൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സോക്സ് ധരിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഐറ്റം പിന്നെ എല്ലാവർക്കും അറിയുന്ന ഐറ്റമാണ് നമുക്ക് ഡ്രസ്സ്. ഫീഡിങ് ഡ്രസ്സ്, മെറ്റേണിറ്റി ഡ്രസ്സ്, നിങ്ങൾക്ക് എന്താണോ കംഫർട്ട്, ബനിയനാണോ, പാൻസ് ആണോ, നൈറ്റീസ് ആണോ, പൈജാമസ് ആണോ, എന്താണോ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് വെയർ ചെയ്യാവുന്ന കുറച്ച് ഡ്രസ്സസ് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുന്നത് കൂടുതൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നല്ല ഡ്രസ്സ് എപ്പോഴും കയ്യിൽ വയ്ക്കുക. കാരണം തിരിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഡ്രസ്സ് എപ്പോഴും കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് കോട്ടൻ്റെ ക്ലോത്ത്. അതായത് നമ്മുടെ ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് നേഴ്സസ് വന്ന് ചോദിക്കും വെള്ള മുണ്ടുണ്ടോ, വെള്ള തുണി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ക്ലോത്ത് വളരെ ബെറ്റർ ആയിരിക്കും. ഞാൻ മുണ്ടൊന്നും കൊണ്ടുപോയിട്ടില്ല, ഈ വൈറ്റ് ക്ലോത്ത് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വൈറ്റ് ക്ലോത്ത് കുറച്ച് കയ്യിൽ വെക്കുന്നത് കൂടുതൽ ബെറ്റർ ആയിരിക്കും. ബ്ലീഡിങ് ടൈമിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ആദ്യം അവർ ചോദിക്കുക വൈറ്റ് ക്ലോത്താണ്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഫീഡ് ചെയ്യുമ്പോൾ വെക്കാനുള്ളൊരു ഹൈഡിങ് ടവൽ. നമ്മൾ ഫീഡ് ചെയ്യുന്ന ടൈമിലും ബേപ്പ് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്കൊരു എക്സ്ട്രാ ടവൽസ് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഉണ്ണിക്ക് വേണ്ടി ബേപ്പ് ചെയ്യുമ്പോൾ മാത്രം സെപ്പറേറ്റ് ടവൽ വയ്ക്കുക. അതേപോലെ ഫീഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ സെപ്പറേറ്റ് ടവൽ വയ്ക്കുക. അപ്പോൾ ഒരു 2-3 ടവൽസ്
കേബിൾസ് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. ഇനി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെള്ള തുണി ഉപയോഗിക്കാനായിട്ട് മടിയുള്ളവരും, അതായത് ഉപയോഗിക്കാൻ അറിയാത്തവരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പാഡ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇതും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പാഡാട്ടോ ധരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തുണി കംഫർട്ട് അല്ലായിരുന്നു, സോ ഞാൻ പാഡായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫീഡിങ് ബ്രാസ്, ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഫീഡിങ് ബ്രാ. അപ്പോൾ സോ നിങ്ങൾക്ക് പല ബ്രാൻഡിൻ്റെ ഉണ്ട്, പല കളറിൻ്റെ ഉണ്ട്, പല ഡിസൈനിൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് കംഫർട്ട് എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഐറ്റം ഹോസ്പിറ്റലാണ്. അവർ ഓൾറെഡി നമുക്ക് ബെഡ്ഷീറ്റും പില്ലോ ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ ആയ കാരണം ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോ കവർ ഉണ്ടെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് നിങ്ങൾക്ക് ഫ്ലാസ്ക്, അതിന് കൂടെ കപ്പുള്ള ടൈപ്പ് ആണെങ്കിൽ കൂടുതൽ ബെറ്റർ. എക്സ്ട്രാ വേറെ ഒന്നിനും നമുക്ക് തേടിപ്പോണ്ട. അപ്പം നിങ്ങൾക്കൊരു ചായ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചൂടുവെള്ളം ഉണ്ടാക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാസ്കിലാണെങ്കിൽ ആക്കി വെക്കാന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ഫ്ലാസ്ക് ഇല്ലെങ്കിൽ കെറ്റിലായാലും കുഴപ്പമില്ല. കെറ്റിലാണെങ്കിൽ ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടാണെങ്കിലും ചായയിലും വേറെ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പിന്നെ ഒരു ബക്കറ്റ് ആൻഡ് കപ്പ്. ഹോസ്പിറ്റലിൽ ഇത് ചില ഹോസ്പിറ്റലിൽ ഉണ്ടാവും, ചില ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. അപ്പം നിങ്ങളിത് കൈപ്പിടിക്കുകയാണെങ്കിൽ പബ്ലിക്കായിട്ട് എല്ലാവരും ഉപയോഗിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എൻ്റെ ഹോസ്പിറ്റലിൽ ബക്കറ്റും കപ്പും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ അത് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു. സോ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് വേണ്ടത് സ്കിൻ കെയർ ഐറ്റംസ്, മേക്കപ്പ് ഐറ്റംസ് അല്ല, സ്കിൻ കെയർ ഐറ്റംസ്. നിങ്ങൾ മോയ്സ്ചറൈസർ, നൈറ്റ് ക്രീം, എന്താണ് നിങ്ങൾ ബോഡി ലോഷൻ എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. കാരണം ആ ടൈമിൽ ഇനി പുറത്തുനിന്നൊന്നും മേടിക്കാൻ നിൽക്കണ്ടല്ലോ. പിന്നെ നെക്സ്റ്റ് ആയിട്ടാണ് ബ്രഷ് ആൻഡ് പേസ്റ്റ്, ടോയ്ലറ്റ് ആക്സസറീസ് ആണ് ഇതൊക്കെ. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും വെക്കും. ഇനി നമുക്ക് എണീറ്റ് പോയി പല്ല് തേക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് മൗത്ത് വാഷും യൂസ് ചെയ്യാവുന്നതാണ്. മൗത്ത് വാഷാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. കാരണം എണീറ്റ് പോയി അവിടെ ചെന്ന് ബാത്റൂമിൽ പോയി അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് മൗത്ത് വാഷ് ഉണ്ടെങ്കിൽ ഇത്രയും കൂടി ബെറ്റർ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. അതേപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സോപ്പ് വേണമെങ്കിൽ സോപ്പ് യൂസ് ചെയ്യാം. സ്റ്റിച്ചസിൻ്റെ അവിടെ സോപ്പ് തട്ടിക്കൊണ്ട് ഒരു കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് സോപ്പിട്ട് നന്നായി കഴുകണം എന്നാണ് പറഞ്ഞത്. സോ നിങ്ങൾക്ക് സോപ്പ് വേണമെങ്കിൽ സോപ്പ് ചെയ്യാം. അല്ലാത്തവർക്ക് ഷവർ ജെല്ല് വേണമെങ്കിൽ ഷവർ ജെല്ല് യൂസ് ചെയ്യാം. ഞാൻ 2 ദിവസം സോപ്പിട്ടു, പിന്നെ ബാക്കിയുള്ള ദിവസം ഷവർ ജെല്ലാണ് യൂസ് ചെയ്തത്. കാരണം ക്യാരി ചെയ്യാനും നനഞ്ഞ സോപ്പ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെക്കണ്ടേ. അപ്പോൾ സോ അതുകൊണ്ട് ഷവർ ജെല്ല് നന്നായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പേപ്പർ ഗ്ലാസ്സസ് ഉണ്ടെങ്കിൽ വളരെ ബെറ്ററാണ്. ഹോസ്പിറ്റലിൽ ചായ കൊടുക്കാനായാലും ജ്യൂസ് കൊടുക്കാനായാലും എന്തായാലും ഏത് നേരം സ്റ്റീലിൻ്റെയും ചില്ലിൻ്റെയും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ പേപ്പർ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ പേപ്പർ ഗ്ലാസ്സാണ് യൂസ് ചെയ്തത്. സോ യൂസ് ആൻഡ് ത്രോ. അവിടെ ഹോസ്പിറ്റലിൽ ഡിസ്പോസ് ചെയ്യാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ കൊണ്ടുപോയിട്ടാൽ മതി. പിന്നെ കുറച്ച് ടിഷ്യൂ എടുക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ലീക്ക് ആവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തുടയ്ക്കാനും വൈപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് ടിഷ്യൂ ഉണ്ടെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ്, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വിരിക്കാനും നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ടേബിൾ ഉണ്ടാവും, ആ ടേബിൾ മുക്കൊന്ന് വെറുതെ വെക്കാനൊക്കെ ആയിട്ട് കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഞാൻ ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്കിതൊക്കെ യൂസ്ഫുള്ളായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. ഇതൊന്നും കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കൂടി സൗകര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതെല്ലാതും പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ ഗ്ലാസ് പറഞ്ഞ പോലെ പേപ്പറിൻ്റെ പ്ലേറ്റ്, അതായത് നിങ്ങൾ കഴിക്കുന്ന പ്ലേറ്റിൻ്റെ മുകളിൽ പേപ്പർ പ്ലേറ്റ് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കഴുകാനും കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി നിങ്ങൾക്ക് ഈസി ആയിരിക്കും. കാരണം നമ്മുടെ വീട്ടിലെ പോലെ ഡിഷ് വാഷും സോപ്പും സ്ക്രബ്ബറും അതൊന്നും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സോ നിങ്ങൾക്കൊരു പേപ്പർ ഗ്ലാസും പേപ്പർ പ്ലേറ്റും ഉണ്ടെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് നൈഫ്, കത്തി. നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് ഒരു കത്തിയും, അതേപോലെ തന്നെ ആപ്പിളൊക്കെ സ്ലൈസ് ചെയ്ത് മാംഗോ ഒക്കെ ഞാൻ അതിൻ്റെ തോലൊന്നും കഴിക്കില്ല. സോ എനിക്ക് സ്ലൈസറും ഉപകാരപ്പെട്ടു. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സ്. അതായത് ഇപ്പോൾ നമ്മളെന്തോ പ്ലാസ്റ്റിക് ഒക്കെ നോട്ട് അലൗഡൊക്കെയാണ്, പക്ഷേ അലോ ചെയ്യുന്ന കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ട്. അതായത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവേഴ്സ് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ വേസ്റ്റ് ആയാലും എന്തെങ്കിലുമൊക്കെ, അതായത് ഇട്ട ഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വയ്ക്കാൻ കൂടുതൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരോ ഡെലിവറി ഒക്കെ അടുത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.